നടി തൃഷ ട്രിച്ചി ഈസ്റ്റിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സംഭവിക്കുമോ ഇല്ലോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ജൂനിയർ MGR ആയി മാറാനുള്ള ശ്രമം വിജയ് നടത്തുമ്പോൾ തൃഷ ആരായി മാറും? ജയലളിതയായിട്ട് മാറും. എല്ലാ അർത്ഥത്തിലും. കാരണം MGRൻ്റെ ഔദ്യോഗിക ഭാര്യയല്ല ജയലളിത. Yeah. അദ്ദേഹം എന്താണ് ജാനകി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു 2 സ്ത്രീകളുണ്ടായിരുന്നു. ഇയാൾ ഔദ്യോഗികമായിട്ട് വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ ജയലളിത അയാൾ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ അയാളുടെ കൂടെ ജയലളിത ഉണ്ടായിരുന്നു. അയാളുടെ ലീഗൽ ഹെയറായിട്ടും പൊളിറ്റിക്കൽ ഹെയറായിട്ടും അയാൾ വളർത്തിയെടുത്ത് കൊണ്ടുവന്നത് ജയലളിതയാണ്. ജയലളിത MGR വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ MGRന് ശേഷം DMK എന്ന് പറഞ്ഞ AIDMK എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരികയും അവർ ദീർഘകാലം മുഖ്യമന്ത്രി ആയിരിക്കുകയും ഒക്കെ ചെയ്ത് ആ പാർട്ടി നശിപ്പിക്കുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അവരാണ്. അപ്പോൾ വിജയുടെ മുന്നിൽ ഉണ്ടാകാവുന്ന ഒരു മാതൃക MGRൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. കാരണം ഇപ്പോൾ MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമാ ഫീൽഡിൽ നിന്ന് സ്റ്റാലിനുണ്ടെങ്കിലും സ്റ്റാലിൻ ശരിക്കും സിനിമാക്കാരനല്ല. അയാളുടെ മകൻ ഉദയനിധി എന്തോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും അതൊന്നുമില്ല. പക്ഷേ ഒരു സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ അധികാരത്തിലേക്ക് വരുന്ന ഇപ്പോഴാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ ഭാര്യയുണ്ട്. പിന്നെ MGRും ഇയാളും തമ്മിലുള്ളൊരു വ്യത്യാസം, MGRന് മക്കളുണ്ടായിരുന്നില്ല, ഇവന് മക്കളുണ്ട് എന്നുള്ളതാണ്. MGR മേനകത്ത് ഗോപാലമേനോൻ ആണ്, MG രാമചന്ദ്രൻ. ഈ മേനകത്ത് ഗോപാലമേനോൻ എന്ന് പറഞ്ഞാൽ MGRൻ്റെ അച്ഛൻ. അദ്ദേഹം നമ്മുടെ സ്മാർത്ഥ വിചാരവുമായി ബന്ധപ്പെട്ട കേസിലൊരു പ്രതിയാക്കപ്പെട്ട ആളാണ്. സ്മാർത്ഥ വിചാരം ഉണ്ടല്ലോ കേരളത്തിൽ, അവസാനത്തെ സ്മാർത്ഥ വിചാരം. ആ താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരവുമായി ബന്ധപ്പെട്ട് ഭ്രഷ്ടനാക്കപ്പെട്ട ഒരാളാണ് മേനകത്ത് ഗോപാലമേനോൻ, MGRൻ്റെ അച്ഛൻ. അങ്ങനെയാണ് അയാൾ പോയിട്ട് തമിഴ്നാട്ടിൽ പോകുന്നതും വേറൊരു ഒരു ഈഴവ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിലുണ്ടായ മകനാണ് രാമേന്ദ്രൻ. അവർ ഭയങ്കര കഷ്ടത്തിലായത്. കാരണം ഇയാൾക്ക് കേരളത്തിൽ ഇയാൾക്ക് നിൽക്കാൻ നിർത്തിയില്ല. കാരണം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവന് പിന്നെ ഇവിടെ നിൽക്കാനായിട്ട് അവസരം ഉണ്ടാകില്ല. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആണും പെണ്ണും നാട് വിട്ടു പോകണം. അവർക്ക് നാട്ടിൽ ആരും അഭയം കൊടുക്കില്ല. അഭയം കൊടുക്കുന്നവനും ഭ്രഷ്ട് ആകപ്പെടും. അപ്പോൾ അത് കാരണം ആരും അതിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെ നാട് വിട്ടു പോയി വന്നേക്കുന്ന ഒരു പാരമ്പര്യം, ഒരു ചരിത്രമൊക്കെ MGRനുണ്ട്. അതുകൊണ്ട് തന്നെ MGR ഒരിക്കലും മലയാളം പറയില്ല പരസ്യമായിട്ട് ഒരാളോട്. MGR ആരോട് സംസാരിക്കുന്നതും തമിഴിലായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ MGRനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് തമിഴ്നാടാണ്. അവിടുത്തെ DMK പൊളിറ്റിക്സിലൂടെ വന്നതാണ്. അണ്ണാദുരയുടെയും പിന്നെ അതിനെപ്പോലെയുള്ള വലിയ നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ വന്നതാണ്. കരുണാനിധി അന്ന് ഇയാൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന ആളാണ്. കരുണാനിധി ഇയാളുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. കരുണാനിധിയും സിനിമയിലുള്ള ഒരാളാണ്. കരുണാനിധി ഇതുപോലെ തന്നെ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഒരാൾ സ്ക്രിപ്റ്റ് എടുക്കുന്നു, ഒരാൾ അഭിനയിക്കുന്നു. അങ്ങനെയാണ് ഈ 1000-ലൊരുവൻ, റിക്ഷാക്കാരൻ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വരുന്നത്. അപ്പോൾ ആ സിനിമകളൊക്കെ വന്ന സമയത്ത് MGR അവിടുത്തെ കാണപ്പെട്ട ദൈവമായി. അപ്പോൾ തമിഴ്നാട്ടിലെ ഏത് സിനിമാക്കാരൻ വരുമ്പോഴും ആ സിനിമാക്കാരൻ്റെ മനസ്സിലുള്ളത് MGRാണ്. മനസ്സിലുള്ള MGRനെ വെച്ചുകൊണ്ട് നടന്നിട്ട് അതിന് MGRന് ശേഷം ആ പാതയിലേക്ക് വരുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് വിജയാണ്. ജോസഫ് വിജയിന് പിന്നെ MGRന് കിട്ടാത്ത വേറൊരു സൗകര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ക്രൈസ്തവ സംഘടനകളുടെ പിൻബലം ജോസഫ് വിജയനുണ്ട്. അദ്ദേഹത്തിന് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിൻ്റെ പിൻബലം ജോസഫ് വിജയനുണ്ട്. അവിടെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിൻ്റെ പിൻബലം ജോസഫ് വിജയനുണ്ട്. അപ്പോൾ ഒരു വലിയ മതത്തിൻ്റെ പിന്തുണയും പിൻബലവും ഒരുമിച്ച് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ജോസഫ് വിജയ്. അപ്പോൾ അതുകൊണ്ട് ആ ജോസഫ് വിജയ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭാര്യയുമായിട്ട് എന്തോ ഡിവോഴ്സ് കേസാണ്. അതായത് ഈ നടി തൃഷയുമായി ബന്ധപ്പെട്ട് ഉള്ള തന്നെ വിഷയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെന്തായിക്കോട്ടെ, എന്തായാലും ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസ് ഉണ്ട്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഡിവോഴ്സ് കേസിൽ കോടതിയിൽ ഹാജരാകേണ്ടി വരും.
മുഖ്യമന്ത്രിയാണെന്നൊരു ഡിവോഴ്സ് കേസിൽ കോടതിയിൽ ഹാജരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഡിവോഴ്സിൽ ഹാജരാകേണ്ടി വരും. കേസ് സെറ്റിൽ ചെയ്യാതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അത് മമതക്കല്ലേ പറ്റുള്ളൂ. മമതക്കാണെങ്കിൽ പറയാൻ പറ്റും, ഞാൻ വരില്ല, കോടതി വേണമെങ്കിൽ ഇവിടെ വരട്ടെ എന്ന് പറയും. അപ്പോൾ അവിടുത്തെ കോടതി ചിലപ്പോൾ പോവുകയും ചെയ്യും. കാരണം മമതയെ പേടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് ചെന്നു എന്നും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഡിവോഴ്സ് പെറ്റീഷൻ നിൽക്കുകയും ആ ഡിവോഴ്സ് പെറ്റീഷൻ്റെ ഇയാൾ പ്രതിയാക്കപ്പെട്ട ആളാണ്. അപ്പോൾ വാദി അയാളുടെ ഭാര്യയാണ്. പ്രതി കോടതിയിൽ ഹാജരാകാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കോടതിയിൽ പോയിട്ട് ഹാജരാകുന്നതിൽ എക്സംഷൻ മേടിക്കണം. അപ്പോഴും സാറ് പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ, വിജയ് അതായത് MGR ജയലളിതയെ വിവാഹം കഴിച്ചിരുന്നില്ല. MGRൻ്റെ പാത പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയും സംഭവിക്കാൻ അല്ല, അത് തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാൾക്ക് ഇനിയിപ്പോൾ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ കോടതിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ചെയ്ത് തന്നെ അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനവും പോകും, MLA സ്ഥാനവും പോകും. അപ്പോൾ അതുകൊണ്ട് അയാൾ അത് ചെയ്യാനിടയില്ല. പക്ഷേ തൃഷയെ പെരുവഴിയിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ എവിടെയാണ് മത്സരിക്കുന്നത്? ട്രിച്ചി ഈസ്റ്റിൽ നിർത്തിയിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് പാർട്ടി കൊണ്ടുവരിക. ആ പാർട്ടി കൊണ്ടുവരുമ്പോഴേക്കെന്ന് വെച്ചാൽ പാർട്ടിയിൽ അപ്പോൾ അവരൊരു ശക്തി കേന്ദ്രമായിട്ടും മാറും. കാരണം മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രസിഡൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഫസ്റ്റ് ലേഡി എന്ന പരിഗണന അവർക്കായിരിക്കുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലക്കാണ് തൃഷയെ ഇപ്പോൾ അവിടെ നിർത്തി മത്സരിപ്പിച്ച് പാർട്ടിയിലെ MLA ആക്കി കൊണ്ടുവരുമ്പോഴേക്കും വെച്ചാൽ രാഷ്ട്രീയത്തിൽ വന്ന് പിന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ തൃഷയെ ഏൽപ്പിക്കുക. അപ്പോൾ തൃഷ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ജയലളിതയായിട്ട് മാറുന്നതിനുള്ള തയ്യാറെടുപ്പായിരിക്കും നടത്തുക. ഇപ്പോൾ തന്നെ ഈ വിജയം തൃഷയുടെ വോട്ടെണ്ണൽ ദിവസം എന്ന് പറയുന്നത് തൃഷയുടെ പിറന്നാൾ ദിനമാണ്. അപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്, തൃഷയുടെ പിറന്നാൾ സമ്മാനമാണ് ഈ വിജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രണയമാണെന്നല്ലേ പറയണം. അപ്പോൾ രണ്ടുപേര് പറയുന്നതും അർത്ഥശൂന്യമായ കാര്യങ്ങളായിരിക്കും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് കാമുകിയും കാമുകനും ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ എന്നും കണ്ടേക്കണത്. അതുകൊണ്ട് രണ്ടുപേരും പറയുന്നതിന് അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. പക്ഷെ ജയലളിത എന്ന് പറയുന്ന ലീഡറെ ഓർക്കുമ്പോൾ ഉയർച്ച താഴ്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജയലളിത വളരെ പവർഫുള്ളായിട്ടുള്ള ലേഡിയായിരുന്നു. അവരുടെ ബാക്കിയൊക്കെ പൊയ്ക്കോട്ടെ, അവരൊരു ഭരണാധികാരി എന്ന നിലക്കും MGRനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അത് MGR തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് പാർട്ടിയിൽ. കാരണം അവരെ MGR മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരാ ലോറി കയറാൻ ചെന്നപ്പോഴേക്കും അവരെ ചവിട്ടി പുറത്താക്കി. ആ രംഗമൊക്കെ ചിത്രമൊക്കെ ഞാൻ കണ്ടതാണ് പത്രത്തിൽ വന്നപ്പോൾ. അന്ന് ഇന്നത്തെ രീതിയിൽ വിഷ്വൽ മീഡിയ ഇല്ല. പക്ഷെ അവിടെ നിന്ന് കയറിയിട്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് ആ പാർട്ടി അവരുടെ കയ്യിലേക്ക് വന്നു പോയത്. ആ കേസുണ്ടായിട്ടും പാർട്ടി വിട്ടുപോയില്ല. അവർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴും അവരുടെ ഹനുമാനായിട്ട് പനീർശെൽവം ഇതായിട്ടിരുന്നു. എന്നുവെച്ചാൽ ആ പാതുക പട്ടാഭിഷേകം എന്ന് രാമായണത്തിൽ പറയുന്ന രീതിയിൽ ഭരണം ശരിക്ക് അയാൾ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ജയലളിത ഇരുന്ന കസേരയിൽ ഇരിക്കാതെ ആ കസേരയെ പുള്ളി തൊഴുതിട്ടാണ് പുള്ളി രാജ്യഭാരം നടത്തിക്കൊണ്ടിരുന്നത്. കുറേ കാലം പുള്ളി മുഖ്യമന്ത്രിയായിട്ടിരുന്നു, പനീർശെൽവം. ഇപ്പം പിന്നെ അവരൊക്കെ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് ആ പാർട്ടി പലതായിട്ട് പിരിഞ്ഞുപോയി. കാരണം ജയലളിതയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ ഒരു നേതാവ് ഇല്ലാതെ വന്ന് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ ഒരു സ്ട്രക്ചറിൽ നിൽക്കാത്ത പാർട്ടികൾക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അത് ഏത് പാർട്ടി ആയാലും. 40 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം. പല നടന്മാരും വന്നു, വിജയകാന്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ. അല്ല, അവരൊന്നും ഇതില്ല. പിന്നെ അത് വേണമെങ്കിൽ അങ്ങനെ ശോഭിക്കാമായിരുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ മറ്റദ്ദേഹമാണ്, രജനീകാന്തായിരുന്നു. പക്ഷെ രജനി അതിന് തുനിഞ്ഞില്ല. കമലഹാസൻ വന്ന് അവസാനം DMKയുടെ കാല് പിടിച്ച് ഒരു രാജ്യസഭയിൽ കിട്ടി. അതിൽ അദ്ദേഹം സംതൃപ്തനായി. അദ്ദേഹത്തിൻ്റെ കുറേ പണവും പോയി, പാർട്ടിയെ പെരുവഴിയിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ പോയവനൊക്കെ അവനൊക്കെ പെരുവഴിയിലായി. പിന്നെ കമലഹാസനെ പോലുള്ള ഒരാൾ വന്നൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ കൂടെ പോയവനൊക്കെ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അവൻ പെരുവഴി തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം അവനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്.
എന്തായാലും ജൂനിയർ ജയലളിതയാകാൻ തുനിഞ്ഞിറങ്ങുന്ന തൃഷയ്ക്ക് മുമ്പിൽ ഈ ഒരു പാഠം കൂടിയുണ്ട്. അല്ല, അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇയാളിപ്പോൾ ഇത് വരുന്നു ആകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇയാളുടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് വലിയ ഫൈറ്റ് പാർട്ടിക്കകത്ത് നടക്കും. ഉം. കാരണം ഇത് അധികാരമൊക്കെ ഉള്ള കിട്ടുന്ന സംഗതികളാണ്. അപ്പോൾ ഈ ഒന്നാം സ്ഥാനത്ത് ഇയാളിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരിരിക്കണം, അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആരിരിക്കണമെന്ന് പറയും. ആ രണ്ടാം സ്ഥാനം തൃഷ വരുന്നതോടുകൂടി തൃഷയ്ക്ക് കിട്ടുകയും ബാക്കിയുള്ളവരൊക്കെ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഒക്കെ ആവുകയും ചെയ്യും. അപ്പോൾ അവരുമായിട്ട് കൂടി ഇനി തൃഷ ഫൈറ്റ് ചെയ്യേണ്ടി വരും. തൃഷയ്ക്കും ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഒന്നാമത് രാഷ്ട്രീയത്തിൽ പദവികളിൽ ഇരുന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഒട്ടും സുഖകരമായ ഒരു കാര്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.